ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടീസ് കണ്ടു കഴിഞ്ഞാൽ വിടുകയില്ല, അത്രയും നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മസാല വഴറ്റി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി കഴിയുന്ന സമയത്ത്. അപ്പോൾ അത് വേവിച്ചെടുക്കുക. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. കൈ വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല പോലെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്. അതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് പറയുന്നില്ല. നല്ല ടൈറ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അത്രയും ഗോതമ്പ് വേണ്ടി വരും. ആദ്യം കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അഥവാ ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ ലൂസായി പോകരുത്. നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കുക. മാവ് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പരത്താനായിട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിയിടുന്നതിന് പകരം ഓയിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കുക. ഒരുമിച്ച് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. ചെറിയ ചെറിയ ബോൾസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ചപ്പാത്തി പോലെ നന്നായിട്ട് പരത്താൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, റോളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായി പോരുത്. കുറച്ച് കട്ടി എന്തായാലും വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഏകദേശം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം 4 സൈഡ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കുട്ടി കുട്ടി സ്ക്വയർ പോലെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ളത് നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെറിയ ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡിലും ഇതേപോലെ കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, ഒരുപാട് തിന്നല്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചതാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളതെങ്കിലും അതുപോലെ തന്നെ നല്ല ലൂസായിപ്പോയി മാവെങ്കിലും നമുക്ക് എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ലോണം ഓയിൽ കുടിക്കുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് തിക്നെസ്സിൽ ചെയ്യുകയാണെങ്കിൽ അധികം ഓയിലൊന്നും കുടിക്കില്ല. അപ്പോൾ ഒരു സൈഡ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും ഒരു സൈഡ്. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഒരു ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ചൂടോടെ വേണം കഴിക്കാനായിട്ട്. കാരണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുക. അപ്പോൾ ഞാനിത് എടുക്കുന്നുണ്ട്. നേരെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊക്കെ അതിൽ പൊയ്ക്കോളും. അപ്പോൾ നല്ല പോലെ മൊരിഞ്ഞിട്ട് തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത് തീരുന്നതിന് മുമ്പേ കുറേ എണ്ണം മോന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കുട്ടീസിന് ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.